ഒന്നാമത്, ഒരു ഭർത്താവ് സ്നേഹം പ്രകടിപ്പിക്കുന്നവനായിരിക്കണം. ഭാര്യയ്ക്ക് എപ്പോഴും ഒരു സ്നേഹിക്കുന്ന ഭർത്താവിനെയാണ് വേണ്ടത്. കാരണം അവൾ ഒരുപാട് വേദനകൾ മറ്റുള്ളവരിൽ സഹിക്കുന്നവരാ. ഓർക്കുക, മക്കൾ അവളുടെ തലയിലോട്ട് കയറും, അപ്പനും അമ്മയും അവളുടെ തലയിലോട്ട് കയറും, പറ്റുമെങ്കിൽ അയൽവക്കക്കാരോട് കയറും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭർത്താവും കൂടെ തലയിലോട്ട് കയറാൻ പോയാലോ? ആകപ്പാടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനെ ഉള്ളെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് ഭർത്താവാ. അത് ഞാൻ സ്നേഹിക്കുന്നില്ല, പിന്നെ ആരാ സ്നേഹിക്കുന്ന? സഹോദരങ്ങളെ, നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളുടെ ഭാര്യയെ. ആ സ്നേഹം പ്രകടിപ്പിക്കണം. സാരയില്ലടി, ഞാനുണ്ട്. ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാനില്ലേ, ഇത് പറയാൻ കഴിയണം ഒരു ഭർത്താവിന്. നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇവക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടും? വേറെ വല്ലവരും കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് നിറവോടുകൂടി സ്നേഹം കൊടുക്കണം ഒരു ഭാര്യയ്ക്ക് ഭർത്താവ്. നിറവോടുകൂടി, ചാബല്യങ്ങളില്ലാതെ, കാപട്യമില്ലാതെ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് സ്നേഹം കൊടുക്കണം. ഞാൻ ഓർക്കുന്നു, ചില ഭർത്താക്കന്മാർ ഭാര്യയെ ചുമ്മാ അതും വിളിക്കും. ചില പ്രായമായവർക്ക് പ്രത്യേകതയാണ്. ചിലർ ഒരു ചേട്ടത്തെ അറിയുന്നതാണ്, പിശാചനെ വിളിക്കുമായിരുന്നുള്ള അപ്പൻ അമ്മച്ചിയെ വിളിക്കുന്ന എന്നല്ല. ചില പ്രായമൊക്കെ ആയി, 60 കഴിഞ്ഞു. ആ സമയത്ത് പിശാചനെ വിളിക്കുള്ളൂ. എന്നാ പറഞ്ഞാലും പിശാചനെ വിളിക്കുള്ളൂ. ആ ഓരോ സ്വഭാവം അങ്ങ് കയറിപ്പോയി. പിശാചനെ വിളിക്കുള്ളൂ. ഒരിക്കലും ഒരു മാമോദിസായ്ക്ക് വന്നു. തലേ ദിവസം വീട്ടിൽ വന്നു. ഈ അപ്പനിങ്ങനെ വലിയ ബോധമൊന്നുമില്ല, വലിയ ഇച്ചിരി ഒരു ഇതുണ്ട്. പിന്നെ പുള്ളി കിട്ടിയൊക്കെ ഇച്ചിരി കഴിച്ചിട്ടൊക്കെയാണ് വന്നെന്ന് തോന്നുന്നു. എങ്ങനെയാണെങ്കിലും മാമോദിസ ഒരു 4 മണിക്കായിരുന്നു. മാമോദിസയുടെ സമയത്ത് അപ്പനാണ് തലതൊട്ടപ്പൻ, അമ്മ തലതൊട്ടമ്മ. രണ്ടുപേരും ഇത് കൊച്ചിനെയൊക്കെ പിടിച്ച് അവർ തലതൊടാൻ വേണ്ടി വന്ന ആഘോഷമായിട്ട്. അപ്പോൾ വികാരിച്ചൻ ചോദിക്കുകയാണ്, പിശാചിനെയും അതിൻ്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? ഈ അപ്പനൊന്ന് ഞടുങ്ങി. അപ്പോൾ ഇതാ വീണ്ടും ചോദിച്ചു, മിണ്ടുന്നില്ല, ഉത്തരം പറയണില്ല. വീണ്ടും ചോദിക്കുന്നു, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? എൻ്റെ അച്ഛോ, അത് മാത്രം പറയരുത്, അവളെ ഉപേക്ഷിക്കാൻ പറ്റിയായിരുന്നു പറഞ്ഞ അച്ഛൻ കയ്യാലോട്ട് കയറി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ വിളിച്ചാലും അവർക്ക് സ്നേഹമുണ്ടെന്ന് മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ഭർത്താവിന് ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാകുക. മൂന്നാമത്, പരിഗണന കൊടുക്കുന്ന ഭർത്താവായിരിക്കണം. ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം. അവൾക്ക് രോഗങ്ങളുണ്ടാകാം, ക്ഷീണങ്ങളുള്ള അവസ്ഥയുണ്ടാകാം, ചില സാഹചര്യങ്ങളിൽ അവൾ വളരെ ക്ഷീണിതയായിരിക്കാം. അപ്പോൾ ഭർത്താവ് അവൾക്ക് ഒരു സഹായമായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ വൃത്തിയും മെനിയുമായിട്ട് നടക്കണമെങ്കിൽ, എല്ലാം ഓർഡറായിട്ട് കിടക്കണമെങ്കിൽ ഒരു ഭർത്താവ് സഹായിക്കണം. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു ഭർത്താവ് സഹായിക്കണം. എല്ലാ കാര്യങ്ങളിലും ആ ഭാര്യയ്ക്ക് ഒരു പരിഗണന കൊടുക്കുന്നതാണ്. അവൾക്കൊരു രോഗം ഉണ്ടായി, നീ കിടന്നോടി, ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാൻ കഴിയണം. നീ കിടന്നു. അല്ലാതെ ഇവനിങ്ങനെ, ചിലരുണ്ട് ഭാര്യ കിടക്കുക, അതുകൊണ്ട് പുള്ളി ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വന്ന് ഏമ്പക്കം വിട്ടിരിക്കുക. പുള്ളി ഹോട്ടലിൽ പോയി എന്നിട്ട് ഇങ്ങനെ ഏമ്പക്കം വിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ ഭാര്യയ്ക്ക് ഒരു വിഷമ, എൻ്റെ കർത്താവ് ഒന്നും കഴിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമ. അതുകൊണ്ട് ഓർക്കും എങ്ങനെയും വലിഞ്ഞേറ്റേക്കാന്ന് ഓർത്തുകൊണ്ട്, നിങ്ങൾ ഇച്ചിരി കഞ്ഞി ഇടാവോ മനുഷ്യനെ? വേണ്ടടി, ഞാൻ കഴിച്ചു. ഇത് കേൾക്കുന്ന കൊച്ചുങ്ങൾ ചിന്തിക്കും, ഏറ്റവും ആ കൊച്ചും കൂടെ കിട്ടണമെന്നുണ്ടേ. അപ്പം ഇത് ഞാൻ കഴിച്ച വിശേഷ സാധനത്തിൻ്റെ പേരെല്ലാം കൂടെ അങ്ങോട്ട് വിളിച്ചും കൂടെ പറയും. എന്നാൽ അത് മിണ്ടാതിരിക്കേണ്ടത് നിന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചുങ്ങൾ ഇതിങ്ങനെ വെള്ളവും വിട്ടിരിക്കുക. ഇതും കേട്ട് നല്ല നല്ല സാധനങ്ങൾ അപ്പൻ ഹോട്ടലിൽ നിന്ന് കഴിക്കും, മക്കൾക്ക് കുടിക്കുകയില്ല, ഭാര്യയ്ക്കും കുടിക്കുകയില്ല. അവളും വെള്ളം ഇറക്കി. നല്ല സാധനങ്ങളുടെ പേര് വരുമ്പോൾ നമുക്ക് വായിലൊരു വെള്ളമൊക്കെ വരുമല്ലോ, അതങ്ങ് ഇറക്കി അതുങ്ങൾ ജീവിക്കും. ഇങ്ങനെ ഇറക്കി എന്നാ പറ്റും? ഇതും കഴിച്ചിട്ട് വരുന്ന ഇവന് പിന്നെ ഗ്യാസിൻ്റെ ട്രബിളാണ്. കാരണം ഈ കൊതി എല്ലാം കൂടെ അങ്ങോട്ട് വരും. 60 ഗ്യാസാ, ഒന്നും പിടിക്കില്ല. വയറ്റിൽ പിടിക്കുകയല്ല. എങ്ങനെ അവന് പിടിക്കണേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിഗണന കൊടുക്കണം ഭാര്യയ്ക്ക്.
നിങ്ങളുടെ ഭാര്യയാണെന്ന് ഓർക്കണം. വേറെ ആരും അല്ല അവളെ പരിഗണിക്കേണ്ടത്, നിങ്ങളാ. അവളുടെ വീട്ടിലോ അവളുടെ ആങ്ങളമാരോ അവളുടെ അപ്പനോ ഒന്നും അല്ല അവരെ പരിഗണിക്കേണ്ടത്, നിങ്ങളാ പരിഗണിക്കേണ്ടത്. ആ പരിഗണന കൊടുക്കണം. ഏറ്റവും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. അതായത് നിങ്ങൾ അവർക്കൊരു പ്രോത്സാഹനമൊക്കെ വല്ലപ്പോഴും കൊടുക്കണം. എന്നാ നന്നായിട്ട് കൊടുത്താലും ഒന്നും മിണ്ടിയല്ല, അടിച്ചു കയറ്റിയിട്ട് പോവുകയുള്ളൂ. ഇല്ലേ? ചിലർ പിന്നെ കുറ്റമേ പറയുള്ളൂ, ഉപ്പില്ല പുളിയില്ല, എല്ലാം കുറ്റം. എന്ത് ചെയ്താലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിക്കും അതിനകത്ത്. എന്നിട്ട് പറയും കറി നല്ലതായിരുന്നു പക്ഷേ പുളിയില്ല, ചോറ് ഇച്ചിരി വെന്ത് പടി. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാണ്ടിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇങ്ങനെ സ്ഥിരം പറയുന്നവർക്ക് അവർ അങ്ങനെ കൊടുക്കുള്ളൂ. ഏതായാലും ഇത് ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല, എന്നാൽ പിന്നെ ഇത് മതിയെന്ന് വെക്കും, ഇച്ചിരി കരിച്ചങ്ങ് കൊടുത്തേക്കും, ഇരുന്നോട്ടോ മതി. ഒരാപ്പ് വരും ഉറപ്പാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാണ്, നമ്മൾ ഇച്ചിരി ഒന്ന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ പഠിക്കണം. എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഒരു കറിയൊക്കെ കൊണ്ടുപോ, ഇന്ന് നന്നായിരിക്കും കേട്ടോ, നല്ലതാ കേട്ടോടി, ചിടിങ്ങിട്ടേ, അവള് കോരിയിട്ടോളൂ, അവക്കില്ലേലും ഇട്ട് തരും. അതാണ് അതിൻ്റെ കാര്യം. ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇടയ്ക്ക് രണ്ടും ഇംഗ്ലീഷ് വാക്കൊക്കെ പറഞ്ഞു, ഗുഡ്, വെരി ഗുഡ്, ഫൈൻ, അങ്ങനെയൊക്കെ അങ്ങ് പറയണേ. അപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമാകും. അപ്പോൾ പിന്നെ നിങ്ങൾ പിറ്റത്തെ ദിവസം ഒന്നും പേടിക്കണ്ട, സൂപ്പർ സാധനങ്ങൾ വരും. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും അങ്ങനെ അവരെ വളർത്തുന്നവരാകുക, നല്ലത് പറയാൻ കഴിയുക. ദൈവം നിങ്ങളെ യോജിപ്പിച്ച മേഖലയാണല്ലോ. ആ മേഖലയിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ തലത്തിൽ ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നു, മക്കളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കണം. അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുവാൻ ശക്തിയും കരുത്തുമുള്ള അറിവുമുള്ള ആളെ കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്യണം. പലപ്പോഴും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രചോദനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. നിങ്ങൾ മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾ മാതാപിതാക്കളോട് കുട്ടികൾ ചോദിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പരിചയപ്പെടുത്തി കൊടുക്കണം ആരെങ്കിലും പ്രചോദനം കൊടുക്കുന്ന നന്മയുള്ള വ്യക്തികളെ. ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളിൽ മിനിമം 3 ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഒന്ന്, അവർ സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിരിക്കണം, സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. 2, ഇൻ്റലക്ച്വലി ഷ്രൂഡ് ആയിരിക്കണം, ഇൻ്റലക്ച്വലി ബുദ്ധി ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള അറിവുള്ള വ്യക്തിയായിരിക്കണം നിങ്ങൾ ഗൈഡായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നയാളെ ഒരു ഗൈഡായിട്ട് നീ കൂട്ടിക്കോ, സംസാരിച്ചോ, കൊച്ചിന് ഇഷ്ടം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോയി സംസാരിച്ച് അച്ഛൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ആ ചേട്ടായി പറഞ്ഞു തരും. അത് ഇൻ്റലക്ച്വലി ഷ്രൂഡായ ഒരാളോ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. മൂന്നാമതായിട്ട് ഇതര വ്യക്തിയുടെ നന്മയും വളർച്ചയും ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം. ഇതര വ്യക്തിയുടെ ഈ കുഞ്ഞ് വളരണം, ഈ കുഞ്ഞ് നല്ലവനാകണം, നല്ലവളാവണം, ഇവളുടെ ജീവിതത്തിൽ വിജയിക്കണം. ഇവരുടെ ജീവിത കാലഘട്ടത്തിൽ പ്രത്യേകമായി ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ഇവൾക്ക് കരുത്ത് കിട്ടണം. ആ കരുത്ത് പറഞ്ഞു കൊടുക്കാൻ ഇന്നയാൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരാളെ നിങ്ങളൊരു ഗൈഡായിട്ട് കൊടുക്കുക. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും